ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർലൈറ്റ് ഷൈൻ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കൽബ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നമ്മൾ തുമ്പിയുടെ മേക്ക് ഓവറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ യെസ്, നമുക്കൊന്ന് തുടങ്ങിയാലോ. യാ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫസ്റ്റാണ് ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡവിൻ്റെ മോയ്സ്ചറൈസറാണ്. സോ ഇതെന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. സോ അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിങ്ങനെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതെല്ലാം നമ്മൾ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. സോ എല്ലാം നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെല്ലാം നമ്മൾ സെറ്റാക്കി നമ്മൾ അപ്പോൾ നമ്മൾ ബ്ലെൻഡായി സെറ്റായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഐബ്രോ വരയ്ക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഐബ്രോ വരയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തു. ഇന്നും എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു പണി തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ തന്നെ വരച്ച് കഴിഞ്ഞപ്പോൾ സീൻ എന്നുള്ള സീനായി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് നമ്മൾ ലാസ്റ്റ് നമ്മളത് സെറ്റാക്കി ഉണ്ടോ, രണ്ടും സെറ്റായി ചിരിയൊക്കെ വന്നു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. യെസ്, സക്സസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐബ്രോ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം നമുക്ക് ഇനി അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്മിയുടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണം. സോ ഇതും നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ, അറിയാമല്ലോ. സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് നമ്മളിങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മളിതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നൈസായിട്ട് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നു, കണ്ണിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളിതും നമ്മൾ മോയ്സ്ചറൈസർ ചെയ്തതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, കാരണം ഈ സംഭവം സെറ്റാവാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കഷ്ടപ്പാടാണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ എത്ര നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും ലൈക്ക് അത് സെറ്റാവാത്തൊരു ഫീലായിരിക്കും കിട്ടുന്നത്. ലൈക്ക് അവിടെ ഇവിടെയൊക്കെ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ലാസ്റ്റ് ഇത് വെച്ചിട്ട് ഞാൻ നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ബ്ലെൻഡ് ആവുന്നത് വരെ നൈസായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ആ മൂവിയിൽ അത്ര സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് കാണിക്കുന്നത്. അത്ര ബോറിംഗ് ആയിട്ട് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഐലൈനർ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ്. സോ നമ്മൾ ബ്ലഷ് ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെസ്, നമ്മൾ ഇതുപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇട്ട് കൊടുക്കാം. യെസ്, നന്നായിട്ട് നമ്മളതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, പിന്നെ എനിക്ക് ബ്ലഷ് ഇടുമ്പോഴുള്ളൊരു ശീലമുണ്ട്. ഇങ്ങനെ ഞാൻ എന്താ പറയുക, ലാസ്റ്റ് ഞാൻ നോസിലും കൂടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് അടിയിലും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും. സോ അത് ശരിക്കും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അപ്പോൾ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു ഐ ഷാഡോ വേണം ഗൈസ്. അപ്പോൾ നമ്മളതും ഞാൻ പിങ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു ഷെയ്ഡാണ്. സോ അപ്പോൾ അത് നമുക്ക് ആ ഐ ഷാഡോയിൽ നമുക്കിങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കാം. യെസ്, അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ണിൽ പോകാതെ സൂക്ഷിക്കുന്നതാണ് ഗൈസ് പാട്. സോ അപ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ആക്ച്വലി നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ ഞാൻ അതിങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിററൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ച് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അതും സെറ്റായി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഐലൈനർ ഇടണം ഗൈസ്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. സോ ഇതും ഷേക്ക് ചെയ്തിട്ട് എടുക്കണം. സോ അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലൈറ്റായിട്ടാണ് ഐലൈനർ അപ്ലൈ ചെയ്തേക്കുന്നത്. സോ അപ്പം ഞാനും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ലൈക്ക് ഓവറാക്കി ചളമാക്കുന്നില്ല, എല്ലാം നമുക്ക് സിമ്പിൾ മതി. സോ അപ്പോൾ നമുക്ക് ഐലൈനർ പയ്യെ ഇങ്ങനെ നമുക്ക് ലൈറ്റായിട്ട് അധികം ഇതാവാണ്ട് സിമ്പിളായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. യെസ്, ഇതുപോലെ അപ്പുറത്തെ കണ്ണിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഐലൈനർ രണ്ട് കണ്ണിലും ഒരേപോലെ വരുന്നതാണ് കഷ്ടപ്പാട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. മതി, ഹാപ്പി. യെസ്, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ 2 ലിപ്സ്റ്റിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സപ്പായിട്ടാണ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഒരു ഷൈനിങ് നൈസായിട്ടുള്ളൊരു ഇതൊക്കെ തരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഡ്രൈ ആക്കില്ല നമ്മളുടെ ലിപ്പൊന്നും. സോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ അതിന് ശേഷം ഞാൻ വേറെ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കുന്നുണ്ട്.
ആക്ച്വലി ഇതാണ് ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അതിട്ടത്. യെസ്, അപ്പം നമുക്ക് നല്ലൊരു ഇത് ഗ്ലോ കണ്ടില്ലേ ലിപ്പിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് ഇതായിട്ട് തോന്നി, ഞാൻ ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം സെറ്റാക്കി ഇതാ ഇങ്ങനത്തെ ഒരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റ് ആവുന്നിട്ടുണ്ട്. അടുത്ത് നമ്മളുടെ ഓരോന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലാണ് ഗൈസ്. അപ്പം നമ്മളിതാ കെട്ടി വെച്ചാൽ മുടിയൊക്കെ നൈസായിട്ട് ഞാനൊന്ന് അയച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് സ്ലൈഡ്സ് ഒക്കെ എടുത്ത് വെക്കണം. യെസ്, ഒരു 4 സ്ലൈഡ് വേണം. സോ നമ്മൾ 4 സ്ലൈഡൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ ഹെയർ സ്റ്റൈലും എല്ലാം സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കും സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും മതി. സോ അപ്പോൾ അതിനായിട്ട് ഞാൻ മുടി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിന് ശേഷം നമുക്ക് മിഡിലല്ല സൈഡ് പാർട്ടീഷനാണ് എടുക്കേണ്ടത്. സോ ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് പോർഷൻ മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്ലൈഡ് കുത്തി അതങ്ങനെ വെക്കുന്നതാണ് അതിൽ കാണിച്ചിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗൈസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടും ആ ഒരു കുറച്ച് പോർഷൻ മുടി എടുത്തിട്ട് നമ്മളിങ്ങനെ ലൈക്ക് പിരിച്ച് ഇങ്ങനെ നമ്മൾ സ്ലൈഡ് കുത്തി നമ്മൾ അവിടെ അത് സെക്യൂർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഹമ്പാക്കാനൊക്കെ നോക്കി, പക്ഷേ വേണ്ട, അതിലങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതങ്ങനെ ചെയ്തു. ഇതുപോലെ തന്നെ സെയിം ഒരു ഇച്ചിരി നമ്മൾ മുടിയെടുത്തിട്ട് അപ്പുറത്തെ സൈഡും നമ്മളങ്ങനെ സ്ലൈഡ് കുത്തി സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇതാണ് ഹെയർ സ്റ്റൈൽ. യെസ്, ഇനി നമുക്ക് കമ്മലിടണം. ഇതിലേത് കമ്മലിടും ഞാൻ? അവസാനം എനിക്ക് ഇതാ ഒരു മയിലിൻ്റെ ഒരു കമ്മൽ സെറ്റാവുമെന്ന് തോന്നി. അപ്പം ഞാൻ കമ്മലൊക്കെ ഇതിൽ കാണിച്ചാൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. അതെ, ഈ ഒരു കമ്മൽ ഇടാൻ വേണ്ടി പോവാണ്. ഇട്ട് കഴിയുമ്പോൾ എന്തായാലും കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു ഷൈനിങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പുറത്തും ഞാനിപ്പോൾ ആ കമ്മൽ തന്നെ ഇടുന്നുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും നല്ലൊരു ഷൈനിങ് ഒക്കെ ഉള്ള, എനിക്കിഷ്ടപ്പെട്ടു കമ്മലാണ്. സോ ആക്ച്വലി അതെനിക്ക് കിട്ടിയതാണ് ഗീസ്. യെസ്, അപ്പം നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. തുമ്പി ഫ്രം കൽബ്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. മൊത്തം അതുപോലെ സെറ്റായിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു ലാസ്റ്റത്തെ ലുക്ക്.